ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഭവിൻ വ്ളോഗ്സ്. ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ കോവയ്ക്ക തോരനാണ്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് തന്നെ വേണ്ടത്, ഞാനിവിടെ ഒരു 1/2 കിലോ ഇല്ല, അതിനേക്കാളും കുറച്ചൊരു കോവയ്ക്ക എടുത്തിട്ടുണ്ട്. അത് ആദ്യം തന്നെ നല്ലപോലെ കഴുകിയിട്ട് അതൊരു ബൗൾ പോലെയുള്ള ഒരു പാത്രത്തിനകത്ത് എടുത്ത് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലിട്ടു. എന്നിട്ട് അതിനിങ്ങനെ വട്ടത്തിൽ, ഒത്തിരി നൈസല്ല ഒത്തിരി കട്ടിയല്ല, അങ്ങനെ ഒരു രീതിയിൽ മുറിച്ചെടുത്ത് എല്ലാം ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെ ഇരിക്കുന്ന രീതിയിൽ മുറിച്ചെടുക്കണം കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ കടുക് ഫസ്റ്റ് തന്നെ ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ചിരിക്കുന്ന കോവയ്ക്ക് ഇട്ട് കൊടുത്തതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിനെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. അങ്ങനെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ നല്ലപോലെ ഇളക്കി. അങ്ങനെ നല്ലപോലെ ഇളക്കിയിട്ട് പിന്നെ എന്ത് ചെയ്തു, അത് ഒന്ന് അടച്ചു വെച്ചു. അപ്പോൾ അടച്ചു വെച്ചിട്ട് പിന്നെ ഒന്ന് തീ കുറച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ഒന്ന് വേവണമല്ലോ. അപ്പോൾ ഇതിൻ്റെ അരപ്പിനായിട്ട് ഇത്രയാണ് വേണ്ടത്: കുഞ്ഞുള്ളി ഒരു 4-5 എണ്ണം, കുറച്ച് കറിവേപ്പില, കുറച്ച് കാന്താരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, ഇല്ലെങ്കിൽ പച്ചമുളക് വേണമെങ്കിലും എടുക്കാം, പിന്നെ കുറച്ച് ഒരു തേങ്ങ. അപ്പോൾ ഒരു അരമുറിയൊന്നും വേണ്ട, അതിനേക്കാളും കുറച്ച് മതിയാവും. അപ്പോൾ അതിങ്ങനെ നമ്മളിങ്ങനെ ഒരു കപ്പയ്ക്കൊക്കെ അരച്ചെടുക്കുന്ന ഒരു അരപ്പില്ല, അതിൻ്റെയൊക്കെ ആ പരുവത്തിൽ ഒത്തിരി അരിയും വേണ്ട ഒത്തിരി അരാതെ ഇരിക്കേണ്ട, അങ്ങനെ എടുത്തിട്ട് അത് റെഡിയാക്കി വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ കോവയ്ക്ക ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിച്ചില്ല കേട്ടോ. അത് എൻ്റെ ഇളക്കിൻ്റെ കൂടുതലും കൊണ്ട് പറഞ്ഞ് തെറിച്ചപ്പുറത്തേക്ക് പോയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇങ്ങനെ വെള്ളം ഒഴിക്കേണ്ട, വെള്ളം ഒഴിച്ചെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ കേട്ടോ. അപ്പോൾ ഈ കോവയ്ക്കാട് തന്നെ ആ വെള്ളത്തിലങ്ങ് കിടന്ന് വെന്തോളും. അപ്പോൾ അതൊന്ന് നല്ലപോലെ പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തേക്കണം. എന്നിട്ട് അതിനെ ഇപ്പോൾ ഏതാണ്ട് ഒരു 3/4 വേവ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത്, പിന്നെ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിലും കാണാൻ ഭംഗിയാണ്, മഞ്ഞൾപ്പൊടി ഇട്ടാലും ഒരു രസമാണ് കാണാൻ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു മഞ്ഞൾപ്പൊടി വേണ്ടാന്ന്, പിന്നെ വിചാരിച്ചു വേണ്ട, ഇച്ചിരി ഒന്ന് ഇട്ടേക്കാം, സുന്ദരി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് അതിനെ ഒന്ന് നല്ലപോലെ ഇളക്കി, എല്ലാ സ്ഥലത്തും മഞ്ഞൾപ്പൊടിയൊക്കെ എത്തുന്ന രീതിയിലൊന്ന് ഇളക്കിയിട്ട് അതിനെ ഞാൻ പിന്നെ ഒന്നുകൂടെ അടച്ചു വെച്ചു. അത്രേ ഉള്ളൂ. അതിൻ്റെ അടിയിലൊക്കെ ഇച്ചിരി പിടിക്കുന്ന പോലൊക്കെ തോന്നും കേട്ടോ. ഒന്നും മൈൻഡാക്കേണ്ട, സാരമില്ല. ഇച്ചിരിയൊക്കെ പിടിച്ചാലത് കരിയത്തൊന്നുമില്ല. അതിൻ്റെ ഇപ്പോൾ ആ തേങ്ങയുടെയൊക്കെ വെള്ളത്തിന് തന്നെ അവിടെ കിടന്നങ്ങ് ബാക്കിയും കൂടെ അങ്ങ് ഒരു നല്ലൊരു രസമായിട്ട് വന്നോളും. അതിൻ്റെ ആ എണ്ണയുടെ ആ ഗ്ലേസിങ് ഒക്കെ വന്ന് നല്ല രസമായിട്ടിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഇപ്പോൾ നമ്മുടെ കോവയ്ക്ക റെഡിയായി. എങ്കിലും അരപ്പിട്ടിട്ട് ഒന്നും കൂടെ ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ചേക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ കോവയ്ക്ക തോരൻ അടിപൊളിയായിട്ട് റെഡി ആയിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം, എന്നാലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് നല്ല ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടോ. അപ്പോൾ ഇത് കോവയ്ക്കൊക്കെ കിട്ടുമ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു കേരള സ്റ്റൈലാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.